ഹായ് ഗൈസ്, എല്ലാവർക്കും IMX മിക് വൈറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്നൊരു BMW കാർ മീറ്റിന് പോകാൻ വേണ്ടിയിട്ട് വന്നതാണ്. നമ്മുടെ ലക്കി സ്ട്രീമർ എന്ന് പറഞ്ഞ സ്ട്രീമറുണ്ട്, ആളൊരു ചെറിയ യൂട്യൂബറാണ്. പുള്ളി വെച്ചൊരു മീറ്റപ്പിന് വേണ്ടിയിട്ട് നമ്മൾ കയറിയതാണ്. അപ്പോൾ കാർ വാഷിൻ്റെ ഫ്രണ്ടിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ കുറച്ച് കാറൊക്കെ കിടപ്പുണ്ട്. M5 ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. M5 ആണ് കൂടുതലും. ഇതാണ് ഗൈസ് നമ്മുടെ വണ്ടി, ഒരു F10. എങ്ങനെയുണ്ട്, ഇതെങ്ങനെയുണ്ടെന്ന്, ഈ വണ്ടി എങ്ങനെയുണ്ടെന്ന് നല്ല കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തോട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി. ഒരു പച്ച ഹെഡ്ലൈറ്റൊക്കെ ഉള്ള M5 ഒക്കെ ഉണ്ട് അവിടെ. ഒരു ഫ്ലൈയിങ് സ്ക്വാഡിൽ പോയിയിൽ ഇന്ന് ഇഷ്ടം പോലെ വണ്ടികൾ കാണാൻ പറ്റും ഗൈസ്. നല്ല യുണീക്കായിട്ട് വർക്ക് ചെയ്ത കുറേ വണ്ടി കാണാൻ പറ്റും. അതാണ് നമ്മുടെ, അതിനു വേണ്ടിയാണ് നമ്മൾ മെയിനായിട്ട് ഇതിലേക്ക് വന്നേക്കുന്നത് മീറ്റപ്പിന്. ഈ M5 കൊള്ളാം. എനിക്ക് അതിൻ്റെ ഹെഡ്ലൈറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു, കാണാൻ രസമുണ്ട്. പിന്നെ ഒരു M2 കിടപ്പുണ്ട് അവിടെ. ഒരു M4 അങ്ങ് അപ്പുറത്ത് കിടപ്പുണ്ട്. പിന്നെ വണ്ടിയുള്ള ഗൈസ്, അതിൻ്റെ അപ്പുറത്തൊരു M5 കിടക്കുന്നുണ്ടോ? മറ്റേ പർപ്പിൾ ഐസുള്ള, അത് നമ്മുടെ സ്വന്തം മച്ചാൻ്റെ വണ്ടിയാണ് ഗൈസ്. IMX സോമൻ, നമ്മുടെ സോമൻ ബ്രോൻ്റെ വണ്ടിയാണത്. ആൾ നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കുമെന്ന് തോന്നുന്നു. നമുക്ക് അതിൽ വണ്ടി എടുത്തിട്ട് പോവാം. പോലീസ് സ്റ്റേഷനിലേക്ക് അല്ലാണ് ഇപ്പം മറ്റേ ലക്കി സ്ട്രീമർ പറഞ്ഞേക്കുന്നത്. നമുക്ക് ഇന്നലെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവാം. ഇവിടുന്ന് ലെഫ്റ്റിലേക്കല്ലേ? അതെ, അങ്ങോട്ട് പോകുന്നുണ്ട്. എൻ്റെ അമ്മോ, ഇത് കുറേ വണ്ടി ഉണ്ടല്ലോ ഗൈസ്. മറ്റേ നമ്മൾ ആദ്യം കണ്ട M4 ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ഇഷ്ടം പോലെ വണ്ടിയുണ്ട്. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഇന്നലെ ഒരു സിവിക് മീറ്റപ്പ് വെച്ചായിരുന്നു, അപ്പോൾ അതിലൊന്നും ഇത്ര ആൾക്കാരില്ലായിരുന്നു. നമുക്ക് നൈസിൽ നമ്മളെ വണ്ടി ഇച്ചിരി പാർക്ക് ചെയ്ത് വെച്ചേക്കാം. M4 കയറ്റുന്നുണ്ട്. ഓക്കെ, നമ്മുടെ വണ്ടി എന്തായാലും നമുക്കിവിടെ പാർക്ക് ചെയ്തിട്ട് പുറത്തേക്ക് ഇറങ്ങാം. സോമംബ്രോ വന്നു. എല്ലാവരും ഉണ്ട്. എല്ലാവരും പാർക്ക് ചെയ്തു. ഇത് നമ്മുടെ സോമംബ്രോൻ്റെ വണ്ടി. സോമംബ്രോ ഇറങ്ങിയിട്ടുണ്ട്, പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇഷ്ടംപോലെ വണ്ടിയുണ്ട് ഗൈസ്, നോക്കി. ഞാൻ ആദ്യമായിട്ടാട്ടോ ഇങ്ങനത്തെ ഒരു മീറ്റപ്പിനൊക്കെ വരുന്നത്. അതായത് ഇത്ര വണ്ടിയൊക്കെ അങ്ങനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എത്ര വണ്ടി ഉണ്ട് പോലും, അത്യാവശ്യം വണ്ടി ഉണ്ട് ഗൈസ്. ഇനിയും പുതിയ കുറച്ച് വണ്ടി വരാൻ കിടക്കുന്നുള്ളൂ. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം ഗൈസ്. എനിക്കിത് കണ്ടിട്ട് ഭയങ്കര ക്യൂരിയോസിറ്റി. എത്ര വണ്ടി വേണമെന്ന് എനിക്ക് ഇപ്പോൾ എണ്ണണം. നമുക്ക് എണ്ണി നോക്കാം. 1, ഇത് നമ്മുടെ വണ്ടി. 2, 3, ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വണ്ടി. 4, 5, 6, 7, 8, 9, 10, 11 വണ്ടിയുണ്ട് ഗൈസ്. 11 തോന്നുന്നു. ഇപ്പോൾ ഈ M2 കൂടെ കൂട്ടിയിട്ട് ഞാൻ പറയണേ. ബാക്കി വരാൻ കിടക്കുന്നുള്ളൂ. ഇനി ആൾക്കാർ വരാനുണ്ട്. അടുത്ത M4 വരുന്നുണ്ട്. എൻ്റെ അമ്മോ, ആ വരവും ഉണ്ടോ ഗൈസ്? എല്ലാം ഇടിച്ച് പൊളിച്ചിട്ടൊക്കെയാണ് വരുന്നത്. കൊള്ളാം, സാധനം കൊള്ളാം അല്ലേ? നൈസ്, രസമുണ്ട്. കളറൊക്കെ രസമുണ്ടല്ലേ? ഇതൊരു F10 ആണെന്ന് തോന്നുന്നു ആ കിടക്കുന്നത്. സോമൻ ബ്രോ ഡാൻസ് കളിക്കുന്നു. ഫുൾ ചിൽ മൈൻഡാണ് സംഭവം. കാർ മീറ്റ് ഇപ്പോൾ ഡാൻസ് പാർട്ടി ആവുമല്ലോ. അത് അടുത്ത ഗൈസ്, കൊള്ളാലോ അങ്ങനെ. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? സോമൻ ബ്രോ വളരെയധികം കലാവാസനുള്ളൊരു മനുഷ്യനാണ്. എനിക്ക് പേഴ്സണലി അറിയാവുന്നതുകൊണ്ട് പറയാം, മച്ചന് കിട്ടില്ല കലാവാസനയാണ്. കണ്ടില്ലേ? ഇതിൽ എനിക്ക് സോമൻ ബ്രോനെ അറിയാം. പിന്നെ അറിയാമെന്ന് നോക്കട്ടെ. പിന്നെ മറ്റേ IMX ചന്ദ്രു, ഇവരൊക്കെ എൻ്റെ ടീമിലുള്ളതാണ് ഗൈസ്. അപ്പോൾ എനിക്ക് ഇവരെയൊക്കെ അറിയാം. അമ്പോ, M4 നോക്കി ഗൈസ്. മറ്റേ ഫ്ലവറിൻ്റെ ഡിസൈനൊക്കെ കൊടുത്തിട്ടൊരു സാധനം. കൊള്ളാം അല്ലേ? ഇതെനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഭയങ്കര, മനസ്സിലായോ? എനിക്ക് കളർ, എനിക്ക് ഇങ്ങനത്തെ ഒരു ബ്ലാക്ക് ആൻഡ് പർപ്പിൾ വയലറ്റ് ഷെയ്ഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ കളർ തീം എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് കൊള്ളാം, നല്ല യുണീക്കായിട്ടുള്ളൊരു സാധനം. ആ ഹെഡ്ലൈറ്റും കൂടെ പർപ്പിൾ ആക്കുവാണെങ്കിൽ വൈബായേനെ.
ഈ M4 എന്താ നമ്മുടെ സോംബ്രൻ്റെ വണ്ടിയുടെ മേളിൽ കൊണ്ട് കയറ്റി വെച്ചിരിക്കുന്നത്? മേലല്ല, സൈഡിൽ മുട്ടിച്ച് വെച്ചേക്കുക. ഒരു ഒതുക്കമൊക്കെ വേണ്ടേ പാർക്ക് ചെയ്യുമ്പോൾ? എന്തായാലും ഈ വണ്ടി ഒരു രക്ഷയില്ല കേട്ടോ, എനിക്കത് വല്ലാണ്ടങ്ങ് ഇഷ്ടപ്പെട്ട്. ഒരു ഫോർഡിൻ്റെ ട്രക്ക് വന്നിട്ടുണ്ട് ഗൈസ്, കൊള്ളാം. ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ് പോലത്തെ ഒരു സാധനം, ഫോർഡിൻ്റെ ലോഗോ ഒക്കെ അടിച്ചിട്ടുണ്ട്, കൊള്ളാം. സോമൻ ബ്രോ ഇവർ കണ്ണും നോക്കുമെന്ന് തോന്നുന്നു. ഇവർ തമ്മിൽ എന്തെങ്കിലും ഉണ്ടോ? എന്തോ സംസാരിക്കുന്നുണ്ട്. നമ്മളിനി അടുത്ത വണ്ടികൾക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഇനി ഏതൊക്കെ വണ്ടി വരും നോക്കാം നമുക്ക്. അവരവിടെ എന്തോ വലിയ കാര്യമായിട്ട് സംസാരിക്കുന്നുണ്ട്. അതാ ഒരു M2 വരുന്നുണ്ട്. പിടിച്ച എൻ്റെ അമ്മേ, പറത്തി ഇടിച്ചിട്ടൊക്കെ വരുന്നത്. ഒരു M2 ഉണ്ട്, ഒരു M5 വന്നിട്ടുണ്ട്, ബ്ലാക്ക് കളർ. എൻ്റെ അമ്മ ഇപ്പോൾ എത്ര വണ്ടിയായി നോക്കി? കുറേ വണ്ടിയായി കേട്ടോ. ഞാൻ ഇതുവരെ ഇത്രയും വലിയ മീറ്റപ്പിനൊന്നും വന്നിട്ടില്ല. അതൊക്കെ നമ്മുടെ ടീം ഒരു മീറ്റപ്പ് വെച്ച് കഴിഞ്ഞാൽ ഒരു 2-3 പേര് വരും, വേറെ ആരും ഉണ്ടാവില്ല. പോലീസ് ലൈറ്റ് വെച്ച ഫോർഡിൻ്റെ ട്രക്കാട്ടോ, കൊള്ളാം. പച്ച സ്ട്രോബ് ലൈറ്റൊക്കെ കയറ്റിയിട്ട് ഉള്ളൊരു സാധനം. പക്ഷേ ഈ M4 അത്രയും വരില്ല ഗൈസ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം ഇതാണ്. പിന്നെ ഇതൊക്കെ നേരത്തെ കാണിച്ച വണ്ടിയൊക്കെ തന്നെ. നമ്മുടെ വണ്ടിയാണിത്. ഗൈസ് ഇതാണ് നമ്മുടെ ലക്കി സ്ട്രീമറിൻ്റെ വണ്ടി. ഇതാണെന്ന് തോന്നുന്നു, അത് തന്നെയാണെന്ന് തോന്നുന്നു. പിന്നെ ഫ്ലൈയിങ് സ്ക്വിറലുണ്ട്. അതിങ്ങനെ പിന്നെ പ്രത്യേകിച്ച് കാണിക്കാനൊന്നുമില്ല, സാധാരണ ഒരു ഫ്ലൈയിങ് സ്ക്വിറൽ. ഇപ്പോൾ എല്ലാവരുടെ കയ്യിലും, അത്യാവശ്യം എല്ലാവരുടെ കയ്യിലും ഫ്ലൈയിങ് സ്ക്വിറലുണ്ട്. പിന്നെ നേരത്തെ കാണിച്ച വണ്ടികളൊക്കെ തന്നെയാണ് ഉള്ളത്. ബ്ലാക്ക് M5 2 ഉണ്ട്, ഒരു F10 ഉണ്ട്, കാർബൺ ഹുഡൊക്കെ കയറ്റിയിട്ട്, കാർബൺ ഫൈബറിൻ്റെ ഹുഡൊക്കെ കയറ്റിയിട്ട് സാധനം. ഇത് എൻ്റെ വണ്ടി തന്നെ പോകുന്നു ഗൈസ്. ആരാണോ എൻ്റെ വണ്ടി എടുത്തേ? ഒന്ന് ചെന്ന് നോക്കാം. ആ വണ്ടി കൊള്ളാം, ഇഷ്ടപ്പെട്ടു, രസമുണ്ട്. ഇത് കൊള്ളാലോ ഗൈസ്. ഈ മച്ചനെ സമ്മതിക്കണം, സീരിയസ്ലി ബ്രോ. ഇത്രയും BMW മീറ്റപ്പിന് ഇത്ര സിമ്പിളായിട്ടുള്ളൊരു മനുഷ്യൻ വേറെ ഉണ്ടാവുമോ? നല്ല അണ്ടർവെയറൊക്കെ ഇട്ട് വേറെ ഒന്നുമില്ലാണ്ട് കുട്ടപ്പനായിട്ട് ഇതാണ് സിമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ. ചിലപ്പോൾ മച്ചാൻ്റെ കയ്യിലായിരിക്കും ഏറ്റവും കീഴിലുള്ള വണ്ടിയൊക്കെ ഉണ്ടാവുക, പക്ഷെ ഇതാണ് പുള്ളി അടിപൊളി. ആരാണെന്ന് എനിക്കറിയില്ല, പക്ഷെ ആളെന്തായാലും കൊള്ളാം. അണ്ടർവെയർ ഇട്ട് ഓടി കളിക്കുന്നുണ്ട്. ഇത്ര വണ്ടി ഒന്നിച്ചിടക്കുന്ന കാണാൻ എന്ത് രസമല്ലേ ഗൈസ്. ഏതായാലും കൊള്ളാം. ഇവന്മാർ എൻ്റെ വണ്ടിയിൽ എന്ത് കാണിക്കുക? എൻ്റെ ദൈവമേ, ഇതൊന്നും എടുത്ത് മാറ്റാം ഗൈസ്. മേളിക്കൊണ്ട് മര്യാദയ്ക്ക് പാർക്ക് ചെയ്ത് വെച്ച വണ്ടിയാണ്, നശിപ്പിച്ച് വെച്ച്. എനിക്കാണ് എൻ്റെ വണ്ടിയുടെ മേളിലേക്ക് കയറാൻ വരുന്ന ഒട്ടും ഇഷ്ടമില്ലാത്ത പരിപാടിയാണ്. നമുക്ക് ആ സോമൻ ബ്രോൻ്റെ M5ൻ്റെയും മറ്റേ M4ൻ്റെ നടുക്കൊണ്ട് കയറ്റി വെക്കാം. അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് ആരും അടിച്ചുകൊണ്ട് പോകേണ്ടിരുന്നാൽ മതിയായിരുന്നു. അത് അടുത്താൻ വന്നിടിച്ച്. എൻ്റെ ദൈവം, ഇവനൊക്കെ എന്തിൻ്റെ സൂക്കേടാണോ? മാന്യമായിട്ടൊരു വണ്ടി പാർക്ക് ചെയ്യുമ്പോൾ അവിടെ കൊണ്ട് ഇടിക്കുന്നു, പാർക്ക് ചെയ്ത വണ്ടി വെച്ച വണ്ടി എടുത്തിട്ട് പോകുന്നു. എന്തൊക്കെയാണോ? നമുക്ക് ഇറങ്ങിയിട്ട് നല്ല ലോക്ക് ചെയ്യാം പ്ലീസ്. നമുക്ക് നല്ല പുറത്തിറങ്ങാം. ഇത് നൈസ് വണ്ടിയല്ലേ? ഇതെൻ്റെ പണ്ടത്തെ ഫേവറേറ്റ് വണ്ടിയായിരുന്നു ഈ BM. എനിക്ക് അതിനകത്ത് ആ വർക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ ഈ M4ൻ്റെ അത്രയും വരത്തേയില്ല ഗൈസ്. എനിക്ക് പേഴ്സണലി M4 വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു, എന്താണെന്ന് എനിക്കറിയത്തില്ല. ഒരു മച്ചാൻ വന്ന് കയറ്റുന്നുണ്ട് M2. പോലീസ് ലൈറ്റൊക്കെ വെച്ചിട്ട് ഒരു M2 വന്നിട്ടുണ്ട്. ആ ഒരു ആവറേജ് കുഴപ്പമില്ലാത്തൊരു വർക്ക് ചെയ്തിട്ട് രസമുണ്ട്. ആ 44 ഒക്കെ സെറ്റ് ചെയ്തേക്കുന്നതാണ് രസമുണ്ട്. നല്ല
നല്ല കിടിലൻ കളർ, എവിടെ നോക്കിയാൽ കണ്ടോളൂ. ഏ ഏ ഏ ഏ ഏ ഗൈസ് ഇപ്പം ഞാൻ എന്താ കണ്ടേ, അത് കൊള്ളായിരുന്നു. ഏറി കൂടെയൊക്കെയാണ് വണ്ടി പോകുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വർക്ക്, ഒരു കാറിൻ്റെ ഒരു പിക്ചറൊക്കെ ബോണ്ടിൽ ചെയ്തിട്ടൊരു നല്ല വണ്ടി, തിളങ്ങുന്ന വണ്ടി. കൊള്ളാതെ എനിക്കിഷ്ടപ്പെട്ടു. കൊള്ളാമല്ലേ, ഇന്ന് വന്ന വണ്ടിയൊക്കെ എന്തായാലും അടിപൊളിയാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത വണ്ടികളെല്ലാം ഉണ്ട്, നല്ല കിടിലൻ വണ്ടികളും ഉണ്ട്, ആവറേജ് വണ്ടികളും ഉണ്ട്. ഗൈസ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇനിയും നല്ല കിടിലൻ വീഡിയോസായിട്ട് ഞാൻ എന്തായാലും വന്നിരിക്കും. ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്, അപ്പോൾ അതിൻ്റെ കുറേ ലിമിറ്റേഷൻസ് ഉണ്ടാവും. ഇപ്പോൾ എന്തെങ്കിലും എൻ്റെ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ബോക്സിൽ എനിക്ക് കമൻറ്റ് ചെയ്തിടുവാണെങ്കിൽ എനിക്കത് കുറച്ച് ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പം ഇനി അങ്ങോട്ടുള്ള വീഡിയോസ് ഞാൻ ബെറ്റർ ആക്കും, നല്ല കണ്ടൻറ്റ് കൊണ്ടുവരും, എൻ്റെ ഓഡിയൻസിനെ ഞാൻ കംഫർട്ടബിൾ ആക്കും. അങ്ങനത്തെ നല്ല നല്ല കാര്യങ്ങൾ കൊണ്ട് ഞാൻ ഇനിയും പുതിയ വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം, എൻ്റെ ചാനൽ സബ് അടിക്കണം, ലൈക്ക് അടിക്കണം, കമൻറ്റ് അടിക്കണം, പരമാവധി എല്ലാവർക്കും ഷെയർ ആക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ, ബൈ. അപ്പോൾ ഇത്രേ ഉള്ളൂ, ബൈ ബൈ.